ശ്രീ സെബാസ്റ്റ്യൻ പോൾ, ശരിയാണ്. ഇപ്പം നേരത്തെ ശ്രീ ടി കെ വിനോദൻ ചോദിച്ചത് ഒരു ചോദ്യമാണ്. പ്രതിപക്ഷ നേതാവാണ് കത്ത് കൊടുക്കേണ്ടത്, പക്ഷെ അത് അദ്ദേഹത്തിന് വ്യക്തിപരമായി എടുക്കാൻ കഴിയുന്ന ഒരു തീരുമാനം അല്ല. ഒന്നുകിൽ മുന്നണിയിൽ ഇത് സംബന്ധിച്ച് തീരുമാനമുണ്ടാകണം, അല്ലെങ്കിൽ CPM-ൽ ഇത് സംബന്ധിച്ച് ചർച്ചകളും തീരുമാനമുണ്ടാകണം. അങ്ങനെ CPM-ന് ചർച്ച ചെയ്ത് ഏകപക്ഷീയമായ തീരുമാനം എടുക്കാനാണ് എങ്കിൽ ഇങ്ങനെ ഒരു ചർച്ച പെൻഡിങ്ങിൽ വെക്കേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ ഒരു ചർച്ച നടക്കാനിരിക്കുമ്പോഴും ഈ തരത്തിലുള്ള നിലപാടെടുത്ത് മുന്നോട്ട് പോയാൽ അഭിമാന പ്രശ്നമെന്നല്ലാതെ CPI അതിനെ എങ്ങനെയാണ് കാണേണ്ടത്? അത് തീർച്ചയായിട്ടും ഇത് CPI എന്ന രാഷ്ട്രീയ പാർട്ടിയെ സംബന്ധിച്ച് അഭിമാനത്തിൻ്റെ പ്രശ്നം തന്നെയാണ്. അവർ വലിയൊരു ത്യാഗം സഹിച്ചുകൊണ്ടാണ് CPI ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലേക്ക് വന്നത് എന്നെപ്പോഴും പറയാറുണ്ട്. ആ അവകാശവാദം ശരിയുമാണ്. അവരുടെ മുഖ്യമന്ത്രി എന്ന പദവിയാണ് ഉപേക്ഷിച്ചത്. അതിനുശേഷം അവർ വളരെ വിശ്വസ്തയോടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ പ്രവർത്തിക്കുകയാണ്. ആ പാർട്ടിയെ സംബന്ധിച്ച് അവരുടെ മുൻകാല ചരിത്രമൊക്കെ നമുക്കിപ്പോൾ നോക്കേണ്ട കാര്യമില്ല. അടിയന്തരാവസ്ഥയിൽ ആ പാർട്ടി സ്വീകരിച്ച നിലപാട് അതിനോടൊന്നും എനിക്ക് ഒട്ടും യോജിക്കാൻ കഴിയുന്ന ആളുമല്ല. പക്ഷെ ഇപ്പോഴത്തെ ഈ സമകാലിക രാഷ്ട്രീയ സാഹചര്യങ്ങളിൽ എന്തിനാണ് ഇങ്ങനെയൊരു വിവാദം കൊണ്ടുവന്നിരിക്കുന്നത്, ഒരു വിവാദം ഇങ്ങനെ ആളെ പടരാൻ അനുവദിക്കുന്നത് എന്ന കാര്യത്തിൽ എനിക്കൊരു വ്യക്തതയില്ല. ഇവിടെ ശ്രീ ജയരാജ് പറഞ്ഞത് പാർട്ടിയുടെ പൊതുവികാരത്തിൻ്റെ പ്രതിഫലനമാണെങ്കിൽ, ഞാൻ ആദ്യമേ പറഞ്ഞതുപോലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ അന്ത്യം കുറിക്കപ്പെട്ടിരിക്കുകയാണ്. അങ്ങനെ അവസാനിപ്പിക്കേണ്ടതായ ഒരു അവസ്ഥയിലാണോ ഇപ്പോൾ ഇടതുപക്ഷ രാഷ്ട്രീയം നിൽക്കുന്നത് എന്ന് ബന്ധപ്പെട്ടവർ ആലോചിക്കേണ്ടതാണ്. എങ്ങും ഒരു ആശ്രയമില്ലാതെ, സ്ഥാനമില്ലാതെ, പദവിയില്ലാതെ നിൽക്കുമ്പോൾ ഒരു ഇല്ലാ പദവിയെ ചൊല്ലിയുള്ള ഒരു തർക്കവും വിതർക്കവുമാണ് ഇവിടെ നടക്കുന്നത്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് സ്വാഭാവികമായും പ്രതിപക്ഷ നേതൃസ്ഥാനം ലഭിച്ചു. ഒരു ഉപനേതൃ പദവിയാണ് CPI ആവശ്യപ്പെടുന്നത്. അതിൻ്റെ കീഴ്വഴക്കം, മുൻവിധി, അതൊന്നും പരിശോധിക്കേണ്ട കാര്യമില്ല. അത് അവർക്ക് ഘടകകക്ഷി മുന്നണിയിലെ ഒരു പ്രധാനപ്പെട്ട പാർട്ടി എന്ന നിലയിൽ അത് അവർക്ക് നൽകാവുന്നതാണ്. ഇനി നൽകാൻ കഴിയാത്ത സാഹചര്യം, ഒഴിവാക്കാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടെങ്കിൽ ആ സാഹചര്യം അവരുടെ മുന്നണിയിൽ LDF-ൽ ചർച്ച ചെയ്ത് അക്കാര്യം മറ്റ് ഘടകകക്ഷികളുടെ കൂടി സമ്മതത്തോടെ CPIയെ ബോധ്യപ്പെടുത്താമായിരുന്നു. അത് ചെയ്യുന്നതിന് പകരം ആർക്കാണെങ്കിലും ഒരു അന്തസ്സും അഭിമാനവുമുള്ള ഏത് രാഷ്ട്രീയ പാർട്ടിക്കും ഒരു പ്രയാസം ഉണ്ടാകത്തക്ക രീതിയിൽ ആണ് ശ്രീ പിണറായി വിജയൻ ആ കാര്യം മാധ്യമങ്ങളുടെ മുന്നിൽ അവതരിപ്പിച്ചത്. അങ്ങനെ വളരെ ഇത് എൻ്റെ മാത്രം തീരുമാനം എന്ന രീതിയിലാണ് അദ്ദേഹം അത് അവതരിപ്പിച്ചത്. അങ്ങനെ അവതരിപ്പിച്ചതിനുള്ള പ്രതികരണം CPI അവരുടെ പാർട്ടി പത്രത്തിൽ അതിനുള്ള പ്രതികരണം നൽകുമ്പോൾ അത് മുന്നണി മര്യാദയല്ല എന്ന് പറഞ്ഞാൽ, മാധ്യമ സമ്മേളനത്തിൽ മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് ഉത്തരവെന്ന നിലയിൽ പിണറായി വിജയൻ പറഞ്ഞ കാര്യങ്ങൾ അത് ഏത് മാധ്യമ മര്യാദയുടെ ഭാഗമാണ്? അപ്പോൾ ന്യായീകരിക്കാൻ കഴിയാത്തൊരവസ്ഥയിൽ കാര്യങ്ങൾ ഇങ്ങനെ എത്തി നിൽക്കുമ്പോൾ നമുക്ക് പ്രത്യക്ഷത്തിൽ മനസ്സിലാക്കാൻ കഴിയാത്ത എന്തോ ഒന്നിവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതേതായാലും ഈ മുന്നണിയുടെ ആരോഗ്യകരമായ നിലനിൽപ്പിന് ഗുണകരമാവില്ല. ശ്രീ സെബാസ്റ്റ്യൻ പോൾ, അതുകൊണ്ടാണ് ഇന്നിപ്പോൾ സത്യൻ മൊകേരിയുടെ ലേഖനത്തിൽ ചോദിക്കുന്ന ഒരു ചോദ്യം പ്രസക്തമാകുന്നത്. മുന്നണിയെ ദുർബലപ്പെടുത്താനുള്ള, അതിനുതകുന്ന തരത്തിലുള്ള പ്രതികരണങ്ങൾ നടത്തുന്നതിൻ്റെ പിന്നിലുള്ള പ്രേരണ എന്താണ് എന്ന്. അങ്ങ് നേരത്തെ പറഞ്ഞതുപോലെ ഇടതു രാഷ്ട്രീയത്തോടുള്ള കമ്മിറ്റ്മെന്റ് ഈ നിലയ്ക്കല്ല കാണിക്കേണ്ടത് എന്ന് CPIക്കും CPM-നും ബോധ്യമുണ്ട്. അതിന് വിരുദ്ധമായ നിലപാടുകൾ സ്വീകരിക്കപ്പെടുന്നുണ്ടെങ്കിൽ അത് ഏതു താല്പര്യത്തിന് വേണ്ടിയിട്ടാണ്? ഞാനും അത് വളരെ കാര്യമായി വിഷയം ആലോചിക്കുകയുണ്ടായി. എനിക്കത് മനസ്സിലാകുന്നില്ല. ഞാനൊരു ഇടതുപക്ഷത്ത് ചേർന്ന് നിന്ന് പ്രവർത്തിക്കുന്ന ആളാണ്. ഇടതുപക്ഷത്തിൻ്റെ സ്ഥാനാർത്ഥി നിലയിൽ തെരഞ്ഞെടുപ്പുകളിൽ മത്സരിച്ചിട്ടുള്ള ആളാണ്. ഞാൻ CPM-ഉം അല്ല, CPI-യും അല്ല. പക്ഷെ അങ്ങനെയുള്ളൊരു അവസ്ഥയിൽ ഞാൻ ആലോചിക്കുമ്പോഴും എന്തുകൊണ്ട് ഇപ്രകാരം ഒരു ആത്മഹത്യാപരമായ പ്രവണത ഉണ്ടാകുന്നു? അതാണ് ഞാനിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അവിടെ LDF പോലും നിസ്സഹായമാണ്. CPM എന്ന പാർട്ടി നിസ്സഹായമാണ്. ആ പാർട്ടിയുടെ സെക്രട്ടറി ഉണ്ട്, LDF-ന്റെ കൺവീനറുണ്ട്, ഘടകകക്ഷികളുണ്ട്. അവർക്കാർക്കും ഒന്നും പറയാൻ കഴിയാത്ത രീതിയിൽ പിണറായി വിജയൻ അവിടെ ഇടപെട്ടിരിക്കുകയാണ്. ഇത് എൻ്റെ മാത്രം അധികാരം, ഞാനൊരു കടലാസ് എഴുതി കൊടുത്താൽ അയാളായിരിക്കും ഈ ഉപനേതാവ് എന്നൊക്കെ പറയുമ്പോൾ അതിനകത്ത് പിണറായി വിജയനെ കുറിച്ച് സാധാരണ ആക്ഷേപകരമായി ഉന്നയിക്കുന്ന ഒരു വാക്കുണ്ടല്ലോ, ധാർഷ്ട്യം എന്നുള്ളത്. അതിൻ്റെ പ്രകടനമാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയല്ല
ഒരു മുന്നണിയെ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് എന്ന കാര്യത്തിൽ നല്ല വ്യക്തതയുള്ള ആൾ തന്നെയാണ് പിണറായി വിജയൻ. എന്നിട്ടും എന്തുകൊണ്ട് അദ്ദേഹം ഇങ്ങനെയൊരു നിലപാട് സ്വീകരിക്കുന്നു? എന്തുകൊണ്ട് ഇപ്പോൾ മൊഗേരിയുടെ ലേഖനത്തിൽ ചോദിക്കുന്നത് പോലെ ഇതിൻ്റെയൊക്കെ പ്രേരണ എന്താണ് എന്ന് ചോദിച്ചാൽ ഉത്തരം പറയാൻ കഴിയാത്ത നിസ്സഹായാവസ്ഥയിലാണ് ഞാൻ നിൽക്കുന്നത്. ശരി. Debate with Madhu Saji.